മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമിയിൽ നിന്ന് അതീവ ഗുരുതരമായ വാർത്തകളാണ് ഇന്ന് പുറത്തുവരുന്നത്. ഇതുവരെ വ്യോമാക്രമണങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന പോരാട്ടം ഇപ്പോൾ നേരിട്ടുള്ള കരയുദ്ധത്തിലേക്ക് മാറുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പെന്റഗൺ നൽകുന്നത്. ഇറാന്റെ എണ്ണക്കയറ്റുമതിയുടെ നട്ടെല്ലായ ഖാർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് അമേരിക്കൻ കരസേനയുടെ ഒരു വലിയ വിഭാഗം നീങ്ങുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും യുദ്ധസന്നാഹങ്ങൾ ഒട്ടും കുറയ്ക്കാത്ത അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ലോകമെമ്പാടും ചർച്ചയാകുന്നുണ്ട്. നിലവിൽ ഏകദേശം 7000-ഓളം അധിക സൈനികർ ഇറാൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അമേരിക്കയുടെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിലെ പാരച്യൂട്ട് സൈനികരും 5000-ഓളം മറൈൻ യൂണിറ്റുകളും ഉൾപ്പെടുന്നു. പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ ഉപരോധിക്കുകയോ ചെയ്യുന്നതിലൂടെ ഇറാന്റെ വരുമാന സ്രോതസ് പൂർണ്ണമായും തടയാമെന്നും അതുവഴി ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അവരെ നിർബന്ധിതരാക്കാമെന്നുമാണ് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇറാന്റെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം പ്രവേശിച്ചാൽ അത് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കുവൈറ്റിലെ പ്രധാന വാണിജ്യ തുറമുഖമായ ഷുവൈഖിൽ ഇന്ന് പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണം ഇതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അതേസമയം ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വൻതോതിലുള്ള ആക്രമണം ഏപ്രിൽ 6 വരെ പ്രസിഡന്റ് ട്രംപ് നീട്ടിവെച്ചിട്ടുണ്ട്. ചർച്ചകൾക്ക് ഒരു അവസരം കൂടി നൽകാനാണോ അതോ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കാൻ സമയം കണ്ടെത്താനാണോ ഈ നീക്കമെന്ന് വ്യക്തമല്ല. അമേരിക്കൻ കരസേന ഇറാൻ അതിർത്തിയിലേക്ക് അടുക്കുന്നതോടെ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു നേരിട്ടുള്ള കരയുദ്ധത്തിലേക്ക് വഴിമാറുമോ അതോ ഇറാനെ ചർച്ചകൾക്ക് വഴങ്ങാൻ പ്രേരിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. ഹോർമുസ് കടലിടുക്ക് അടയുകയും ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയും ചെയ്താൽ ആഗോള എണ്ണ വിപണി തകരുകയും ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടയുന്നതിനു മുൻപ് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്.